ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോറയിലോ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 5, 2026 നമ്മുടെ ഗ്രൂപ്പ് ഡി കേസിൻ്റെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് കേസിൻ്റെ സ്റ്റാറ്റസ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിന് മുന്നൊരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ തന്നെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടി ഏത് സൈറ്റിലാണ് കയറേണ്ടത്, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. csis.tshc.gov.in എന്ന് പറയുന്ന തെലങ്കാന ഹൈക്കോടതിയുടെ സൈറ്റിനകത്ത് കയറുക. കേസ് ടൈപ്പ് എന്ന് പറഞ്ഞത് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതിനകത്ത് റിറ്റ് പെറ്റീഷൻ എന്ന് സെലക്ട് ചെയ്യുക. കേസ് നമ്പർ 7985 ടൈപ്പ് ചെയ്ത് കയറ്റുക, വർഷം അടിച്ചു കയറ്റുക, ക്യാപ്ച കോഡ് അടിച്ചു കയറ്റുക. അതിനുശേഷം എന്ത് ചെയ്യുക, സെർച്ച് ബട്ടൺ ഞെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കും. കേസിന്റെ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത് പെൻഡിങ് എന്നാണ്. പെൻഡിങ്ങിന്റെ ബ്രാക്കറ്റിൽ ഒരു CAV കൂടെ കിടക്കുന്നുണ്ട്. ഇതിന് മുന്നേ കേസിന്റെ സ്റ്റാറ്റസ് പെൻഡിങ് എന്ന് മാത്രമായിരുന്നു. ഇപ്പോൾ CAV എന്ന ഒരു സംഭവം കൂടെ വന്നിട്ടുണ്ട്. മാത്രമല്ല, അതുകൊണ്ട് തീർന്നില്ല, നമുക്ക് എന്തുകൂടെ കാണാനായിട്ട് സാധിക്കും. ലിസ്റ്റിംഗ് ഡേറ്റ് ആയിട്ട് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് 22/5/2026 എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം വരാം, ഇനി അടുത്ത ഹിയറിംഗ് 22/5/2026 അപ്പോൾ അതുവരെ കേസിന്റെ സ്റ്റാറ്റസ് സ്റ്റേ തന്നെയായിരിക്കുമോ എന്നുള്ളത്. ഇതിൽ നമുക്ക് ആകെ പോസിറ്റീവായിട്ട് പറയാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവം CAV ആണ്. CAV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരുടെയും ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, കോടതി കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ട് കൂട്ടരുടെയും പ്രധാനപ്പെട്ട വാദങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ റിസൾട്ട് സ്റ്റേ ചെയ്തുകൊണ്ട് ഉള്ള ആ ഒരു ഇതിന്റെ പുറത്തുള്ള വാദമെങ്കിലും കോടതി കേട്ടിട്ടുണ്ട്. ജഡ്ജ്മെന്റ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ 22/5/2026 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഡേറ്റ് എന്താണ്? അതൊരു ഡേറ്റ് ആയിട്ട് കോടതി കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമാണ്. 22/5/2026 മുന്നേ എന്ത് ചെയ്യാം, ഈ ഓർഡർ, ഈ ജഡ്ജ്മെന്റ് കേട്ടതിന് ശേഷം എന്താണോ കോടതിക്ക് പറയാനുള്ളത് എന്നുള്ളതിന്റെ ഓർഡർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് മുന്നേ തന്നെ ചിലപ്പോൾ കോടതിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈറ്റിൽ കാണാനായിട്ട് സാധിക്കും. ഇത് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണാനായിട്ട് സാധിക്കും. ഇത് ഓരോ ഡേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഓരോ ഡേറ്റിലും ആരാണ് പെറ്റീഷൻ, എന്താ സ്റ്റേ പെറ്റീഷൻ തള്ളിക്കളയണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള പ്രയറാണിത്. അതും സ്റ്റേ പെൻഡിങ് ആണ് എൻ്റെ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടുള്ള എല്ലാ പെറ്റീഷൻസും ഇതുവരെയുള്ളതെല്ലാം പെൻഡിങ് ആണ്. ഇവിടെ നോക്കിയാൽ ഈ USR ഡീറ്റെയിൽസിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4/5/2026 എന്ത് ചെയ്തിട്ടുണ്ട്, ഡാറ്റ കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. ഇതാ 16/4/27/4 16/4 ഇതാ ഇവിടെ 5/4 തൊട്ട് 4/5 തൊട്ടുള്ള ഡേറ്റുകളിലെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ ഡാറ്റ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4/5 എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ്. ഇന്നലെ പോലും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി വീണ്ടും താഴത്തോട്ട് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇതെല്ലാം പെൻഡിങ് ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. DGT അതുപോലെ തന്നെ CCAയുടെ കോഴ്സ് 2022 ശേഷമുള്ള ആ സംഭവത്തിന് അതിന് ആസ്പദമായിട്ടുള്ള ഇഷ്യൂ ആണ് അവരോട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. വീണ്ടും താഴത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ ഈ സൈറ്റ് അവസാനിക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും, ഓർഡേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഈ ഓർഡറിൽ ഇപ്പോൾ ലാസ്റ്റ് കിടക്കുന്നത് 20/4/2026 എന്താണ് ഡെയിലി ഓർഡർ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ നമ്മുടെ ചാനലിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലും കാണിച്ചത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഇത് മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ 20 നിന്നും ഡേറ്റ് 22 മാറ്റി എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ മാത്രമാണ് ഇതിനകത്ത് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ബേസിക്കലി എന്താണ് സംഭവിച്ചിരിക്കുന്നത്, പുതിയ ഓർഡർ ഒന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല. CAV എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക്, പെൻഡിങ് CAV എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് ഗ്രൂപ്പ് ഡിയുടെ കേസിന്റെ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരു കൂട്ടരുടെയും ഭാഗം കോടതി കേട്ടിട്ടുണ്ട് എന്നർത്ഥം. ലിസ്റ്റിംഗ് ഡേറ്റ് ആയിട്ട് 22 എന്ന് പറയുന്ന മെയ് 22 എന്ന് പറയുന്ന ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. മെയ് 22 മുന്നെയോ ചിലപ്പോൾ ഡിലേ ആവാം, കോടതിയുടെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാം, ഇതിനകത്തൊരു തീർപ്പ്, ഒരു ഓർഡർ കൽപ്പിക്കാം. ഓർഡർ കോടതി പുറത്തുവിടാൻ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് കോടതി പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് ഡി കേസിന്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് ഈ പറഞ്ഞ പോലെ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ CAV എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് ഇപ്പം നിലവിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ഈ ഡാറ്റാസ് എല്ലാം വെച്ചുകൊണ്ട് സൈറ്റ് കയറി നോക്കാം. രാവിലെ ഒരു 10 മണി തൊട്ട് 12 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണി തൊട്ട് 5 മണി വരെയുമാണ് സാധാരണ സൈറ്റിൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ വരാറ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോടതിയുടെ സൈറ്റിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ്, കേസിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഉറപ്പുവരുത്താം. ഇത് മാറാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഇപ്പോൾ ഇവിടെ CAV എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡാറ്റ എന്ത് ചെയ്യാം, CAV എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റാറ്റസ് മാറി കേസിനെ ഡിസ്പോസ് ചെയ്തുവെന്നോ അല്ലെങ്കിൽ കേസിനെ അഡ്മിറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ മാറാം. 22-ാം തീയതി വരെ വെയിറ്റ് ചെയ്യണം എന്നില്ല.
ചിലപ്പോൾ 22-ാം തീയതി കഴിഞ്ഞ് ഡിലേയോ ആവാം. കോടതിയുടെ കാര്യമാണ്, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്, കോടതിയുടെ കാര്യമാണ്, നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ല. എന്നിരുന്നാലും ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. മെയ് 5-ന് എന്ത് സംഭവിക്കുമെന്ന് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. മെയ് 5-ന് ഇനിയും റിസൾട്ട് ഡിലേ ആവുമെന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കേസിൻ്റെ സ്റ്റാറ്റസ് ഈ ഒരു രീതിയിൽ അതിൻ്റെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ജുഡീഷ്യറിയാണ്, ആ സിസ്റ്റം ഇങ്ങനെയാണ്, അത് സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. കൃത്യമായിട്ട് പഠിക്കുക, കേസിൻ്റെ പുറകെ പോവാതിരിക്കുക. കേസിൻ്റെ നൂലാമലകളും കാര്യങ്ങളെല്ലാം അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്ത് അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിലും അത് വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിനേഷനിൽ, പ്രിപ്പറേഷനിൽ ഫോക്കസ് കൊടുക്കുക. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾ, ഒരുപാട് പരീക്ഷകളുണ്ട്. ഇപ്പോൾ ഡിഗ്രി ലെവൽ, കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ഫസ്റ്റ് ഫേസ് ഓൾറെഡി കഴിഞ്ഞു അല്ലേ. NTPC പരീക്ഷ മറ്റന്നാൾ മെയ് 7-ാം തീയതി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ CBT 1 ആരംഭിക്കുകയാണ്. ഉടനടി അടുത്ത നോട്ടിഫിക്കേഷൻസ് മെയ് 15-ന് ALPയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു. അങ്ങനെ ഉടനെ തന്നെ പരീക്ഷകൾ തുടരെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കേസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തളരാതെ അടുത്ത എക്സാം ഏതാണോ അതിന് ഫോക്കസ് ചെയ്യുക. ഇനി ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അപ്പോൾ അവിടെ കായികക്ഷമത ആവശ്യമുള്ളൊരു പോസ്റ്റാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ റിട്ടേൺ എക്സാമിന് അല്ലെങ്കിൽ MCQ എക്സാമിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് മാർക്ക് വാങ്ങി എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യില്ല, ഗ്രൂപ്പ് D എന്ന് പറയുന്ന ഒരു ജോലി നേടാനായിട്ട് അർഹരാവണമെന്നില്ല. അപ്പോൾ അതും കൂടെ ഫോക്കസ് ചെയ്ത് എക്സാംസിന് പ്രിപ്പറേഷന് നിങ്ങൾ എങ്ങനെയാണോ ജോലിയിൽ എത്തിക്കാൻ സാധിക്കുന്ന ആ പ്രിപ്പറേഷനെ ഫോക്കസ് ചെയ്ത് പഠനം തുടരാനായിട്ട് ശ്രദ്ധിക്കുക. കേസിൻ്റെ പുറകെ പോകാതിരിക്കുക. ഇതിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് അറിയുന്ന മാത്രയിൽ ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ അപ്ഡേറ്റ് തരുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത കുട്ടികൾ, നമ്മുടെ വീഡിയോസ് കാണാത്ത കുട്ടികൾ, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കയറാത്ത കുട്ടികളുണ്ടെങ്കിൽ സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ ടെലഗ്രാം ചാനൽ, നമുക്കൊരു ചാറ്റ് റൂം ഉണ്ട്. ആ ചാറ്റ് റൂമിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. നമ്മൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളും ഡോക്യുമെന്റ്സുകളെല്ലാം തന്നെ അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ സ്കോർ റെയിൽവേ മലയാളത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.